ഇന്ന് നമ്മൾ പൈപ്പിൽ കുരുമുളക് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബേസിക് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് വന്നേക്കുവാണ്. നമ്മൾ 27 മൂഡ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇതേപോലെ പൈപ്പ് എടുത്തിട്ട് പൈപ്പിൽ കുരുമുളക് കൃഷി ചെയ്യാനായിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ച് പൈപ്പ് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ലെങ്ത് പൈപ്പ് എന്ന് പറയുന്നത് നമ്മളിത് 4 ഇഞ്ച് പൈപ്പിനകത്താണ് കുരുമുളകിൻ്റെ പരിപാടി ചെയ്യുന്നത്. ഒരു പൈപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 16.5 ഇഞ്ചാണ്. അതായത് 5 മീറ്റർ 16.5 ഇഞ്ച് നീളത്തിലുള്ള പൈപ്പ്. ക്ലയൻറ്റിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് 11 അടി നീളം മതി എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അതനുസരിച്ച് നമ്മൾ 16 അടി പൈപ്പിനെ നമ്മൾ 11 അടി വെച്ച് കട്ട് ചെയ്തു. അപ്പോൾ ഒരു പൈപ്പിൽ നിന്ന് 2 പീസുകൾ വരും. 5.5 അടി വീതമുള്ള 2 പീസുകൾ വരും. ഈ 5.5 അടി പീസിനെ നമ്മൾ ഇതേപോലെ ബെൻഡ് ചെയ്ത് ഒരു പൈപ്പായിട്ടൊക്കെ എടുക്കും. അപ്പോൾ 2 പൈപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് 3 ഇടാന്നുള്ള രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പൈപ്പിൽ ഹോളടിച്ച് 10 mm കമ്പി 2 mm കമ്പി നമ്മൾ 1 അടി നീളത്തിൽ കട്ട് ചെയ്ത് പൈപ്പിൽ നിന്ന് ഒരു 3/4 അടി താഴത്ത് പോകത്തക്ക രീതിയിൽ നമ്മൾ ടോപ്പിൽ നിന്ന് 3/4 അടി താഴത്ത് പോകത്തക്ക രീതിയിൽ നമ്മൾ ഹോൾ ചെയ്ത് പിടിപ്പിച്ചേക്കുവാണ്. അതിനുശേഷം മുകളിലും അതേ മെത്തേഡിൽ നമ്മൾ കമ്പി പിടിപ്പിച്ചിട്ടുണ്ട്. കുരുമുളക് താന്ന് വളരാൻ വേണ്ടി, താഴോട്ട് വളരുന്നതിന് വേണ്ടി. അതിനുശേഷം ഇതിൽ നമ്മൾ ഒരു എൻഡ് ഗ്യാപ്പ് യൂസ് ചെയ്ത് ഇതിനെ നമ്മൾ ഒട്ടിക്കും. ഒരു എൻഡ് ഗ്യാപ്പ് യൂസ് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ നമ്മൾ കൃത്യമായ അകലത്തിൽ ഇതിനെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടേക്കുന്നത്. ഈ കാണുന്നതെല്ലാം നമ്മൾ അതേപോലെ കോൺക്രീറ്റ് ചെയ്ത് പിടിപ്പിച്ചേക്കുന്നതാണ്. ബാക്കി കൂടെ പിടിപ്പിച്ചിട്ട് നമുക്ക് മുഴുവനായിട്ടുള്ള വീഡിയോ ഇടാം. പൈപ്പിൽ കുരുമുളക് കടയാണ്. കരിമണ്ട വെറൈറ്റിയാണ്. പന്നിയൂർ. ഇത് പന്നിയൂരാണ്. അത് നമ്മുടെ ക്ലൈമറ്റിന് പറ്റിയ വെറൈറ്റികളാണ് പന്നിയൂരും കരിമുണ്ട അല്ലേ. ഇന്ന് നമ്മൾ പൈപ്പിൽ കുരുമുളക് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബേസിക് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് വന്നേക്കുവാണ്. നമ്മൾ 27 മൂഡ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇതേപോലെ പൈപ്പ് എടുത്തിട്ട് ഇതേപോലെ വലിയ കുഴിയെടുത്തതിന് ശേഷമായിട്ട് അതിനകത്ത് അടുത്ത പ്ലാന്റ് വെക്കണം. അതിനുള്ള ഗ്യാപ്പ് വേണം. അതിനകത്ത് കോൺക്രീറ്റ് ഇടണം. ഇതേപോലെ കോൺക്രീറ്റ് ഇട്ട് സെറ്റ് ചെയ്ത് വളമിടാനുള്ള സ്പേസ് ഇട്ട് വേണം പ്ലാന്റ് വയ്ക്കാൻ. ഈ 2 പ്ലാന്റ് വീതം വെക്കാനുള്ളതാണ്. അന്നേരം താണ്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു ആംബിയൻസിൽ അതേപോലെ സെറ്റാക്കി നമുക്ക് നടത്താനായിട്ട് സാധിക്കും. അന്നേരം നിങ്ങൾക്ക് ഇതേപോലെ നടണം എന്നാവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. സ്ഥലം വന്ന് കണ്ട് അതിൻ്റേതായ രീതിയിൽ ഇപ്പം ഹാഫ് പൈപ്പ് വേണമെങ്കിൽ ഹാഫ് പൈപ്പ്, ഫുൾ പൈപ്പ് വേണമെങ്കിൽ ഫുൾ പൈപ്പ്, 11 അടി പൈപ്പ് വേണമെങ്കിൽ 11 അടി പൈപ്പ് നോക്കി അവിടുത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് നടാനും വയ്ക്കാനും സാധിക്കും. അന്നേരം പരമാവധി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നമ്മളിതിപ്പം കുറച്ച് വർക്കുകൾ നമുക്കിപ്പം ഇതിൻ്റെ ചെയ്തിട്ടുണ്ട്. അന്നേരം ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണ്. ഒരുപാട് ഭയങ്കരമായ ക്വാളിറ്റിയുള്ള പൈപ്പ് വേണമെന്നില്ല, എന്നാൽ തീരെ അങ്ങ് കുറഞ്ഞ പൈപ്പ് ഇടരുത്. ഒരു മീഡിയം എങ്കിലും നമ്മൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം ഈ പൈപ്പ് ഇടുമ്പോൾ അന്നേരം ഏകദേശം ഒരു കുറച്ച് കൊല്ലം കിടക്കേണ്ടതല്ലേ. അന്നേരം മാക്സിമം തീരെ കുറഞ്ഞ ക്വാളിറ്റി GSM ഉള്ളത് ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതിന് അത്യാവശ്യം ക്വാളിറ്റി എങ്കിലും വേണം, അത് ഓർക്കണേ. ഇല്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. ഇച്ചിരി വളർന്ന് സെറ്റായി വരുന്ന സമയത്ത് പണി കിട്ടാതിരിക്കാനായിട്ട് നമ്മൾ ഇപ്പോഴേ വയ്ക്കുന്ന സമയത്ത് ചെറിയ വ്യത്യാസമേ ഉള്ളെന്നുണ്ടെങ്കിൽ അതങ്ങ് നല്ല ക്വാളിറ്റിയുള്ള പൈപ്പിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അന്നേരം ഇതും കൂടെ ഒന്ന് ഓർക്കുക. അന്നേരം ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും വരുന്നുണ്ട്. അന്നേരം വെയിറ്റ് ചെയ്യുക. നല്ല നല്ല വീഡിയോകൾ ഒരുപാട് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.